രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യമുയർത്തി ജനങ്ങളുടെ ചിന്താധാരയെ സ്വാധീനിച്ച കായംകുളം KPSCയുടെ പ്രശസ്തമായ അശ്വമേധം നാടകം വീണ്ടും അരങ്ങിലെത്തുന്നു. കുഷ്ഠരോഗികളുടെ ജീവിതവും അവർ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും അടുത്തെറിഞ്ഞ ശേഷം തോപ്പിൽ ഫാസി രചിച്ച് സംവിധാനം ചെയ്ത നാടകമാണ് അശ്വമേധം. 25 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നാടകം അരങ്ങിലെത്തുന്നത്. കായംകുളം KPSCയുടെ പ്രശസ്തമായ അശ്വമേധം നാടകം വീണ്ടും അരങ്ങിലെത്തുകയാണ്. കുഷ്ഠരോഗത്തെ സമൂഹം ഭീതിയോടെ കണ്ടിരുന്ന കാലത്ത് രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യമുയർത്തി ജനങ്ങളുടെ ചിന്താധാരയെ സ്വാധീനിച്ച നാടകം 10,000-കണക്കിന് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികളുടെ ജീവിതവും അവർ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും അടുത്തറിഞ്ഞ ശേഷം തോപ്പിൽ ഫാസി രചിച്ച് സംവിധാനം ചെയ്ത നാടകമാണ് അശ്വമേധം. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ രോഗം പകരുന്നൊരു തരം. നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഈ രോഗം കാണുമെന്നാണ് ഇപ്പോൾ എന്റെ സംശയം. സർവജം, നീ കുഷ്ഠരോഗികളുടെ ഒരു പരമ്പര ഉണ്ടാക്കരുത്. സുഖമായിട്ട് ഇതിലേക്ക് പോവാ. സർവജം, നീ അങ്ങോട്ട്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന സന്ദേശമുയർത്തി തിരശ്ശീല വീടുന്ന നാടകത്തിന് വലിയ ആരാധക വൃന്ദമായിരുന്നു പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും നാടകം കളിച്ചിട്ടുണ്ട്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നാടകം അരങ്ങിലെത്തുന്നത്. 1986, 1993, 1999 വർഷങ്ങളിലും KPSC ഈ നാടകം അവതരിപ്പിച്ചിരുന്നു. അമേരിക്ക, ഗൾഫ് നാടുകൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാടകം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1967 വിൻസെന്റിന്റെ സംവിധാനത്തിൽ നാടകം അതേ പേരിൽ തന്നെ സിനിമയുമായി. അശ്വമേധം നാടകം നേപ്പാളിലും ഭൂട്ടാനിലും അവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ശേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. നാടകം വീണ്ടും വേദിയിലെത്തുമ്പോൾ സംവിധാനം നിർവഹിക്കുന്നത് മനോജ് നാരായണനാണ്. KPSC കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അശ്വമേധം നാടകം ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് കായംകുളം മികാസ് കൺവെൻഷൻ സെന്ററിൽ അവതരിപ്പിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാടകങ്ങളിലൊന്നായ അശ്വമേധം പ്രൊഫഷണൽ നാടക ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ഈ പ്രത്യേകത കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നാടകം സംഘടിപ്പിക്കുന്നതെന്നും KPSC കൾച്ചറൽ ഫോറം പ്രസിഡന്റ് പ്രേംജിത്ത് കായംകുളവും സെക്രട്ടറി ഷെരീഫ് കല്ലുമൂട്ടിലും പറഞ്ഞു. കുഷ്ഠരോഗം ഭേദമായാൽ പോലും രോഗമുണ്ടായിരുന്നയാളെ സമൂഹം അകറ്റി നിർത്തിയിരുന്നു. രോഗബാധിതനായ കാർത്തികേയൻ എന്നയാളെ കാണാൻ തോപ്പിൽ ഫാസി ഒരിക്കൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ എത്തി. പിന്നീട് അദ്ദേഹം അവിടെ സ്ഥിരം സന്ദർശകനായി മാറി. സാനിറ്റോറി സൂപ്രണ്ട് ശങ്കരനാരായണൻ ഉണ്ണിത്താനാണ് അവിടുത്തെ അന്തേവാസികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തോപ്പിൽ ഫാസിക്ക് നൽകിയത്. അവരുടെ ദുരിത ജീവിതവും നിസ്സഹായാവസ്ഥയും നേരിട്ട് മനസ്സിലാക്കാനും ആഴത്തിൽ പഠിക്കാനും തോപ്പിൽ ഫാസിക്ക് ഇതിലൂടെ കഴിഞ്ഞു. അക്കാലത്താണ് ആരോഗ്യമന്ത്രിയായ AR മേനോൻ കുഷ്ഠരോഗികളെ പൊതുനിരത്തിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യണമെന്ന ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അന്ന് നിയമസഭാംഗമായിരുന്ന തോപ്പിൽ ഫാസി ബില്ലിനെ എതിർത്തു. രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യമുയർത്തി അദ്ദേഹം ബില്ലിനെ ఖണ്ഡിക്കുകയായിരുന്നു. ബില്ല് ഒടുവിൽ പിൻവലിച്ചു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അശ്വമേധം എന്ന നാടകം തോപ്പിൽ ഫാസി രചിക്കുന്നത്. 1962 നാടകം KPSC അവതരിപ്പിക്കുന്നത്. വയലാർ KPSCക്ക് വേണ്ടി ആദ്യമായി ഗാനരചന നിർവഹിക്കുന്നത് ഈ നാടകത്തിനായിരുന്നു. K. രാഘവൻ, MB ശ്രീനിവാസൻ എന്നിവരായിരുന്നു സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. KS ജോർജ് പാടിയ പാമ്പുകൾക്ക് മാളുമുണ്ട്, സുലോചനയും KS ജോർജും ചേർന്ന് പാടി അഭിനയിച്ച തലയ്ക്കുമീതെ ശൂന്യാകാശം തുടങ്ങിയ ഗാനങ്ങൾ മലയാളി ഒരു കാലത്തും മറന്നിട്ടില്ല. KP ഉമ്മർ, N. ഗോവിന്ദൻകുട്ടി, CG ഗോപിനാഥ്, തോപ്പിൽ കൃഷ്ണപിള്ള, സുലോചന, ഖാൻ, ലീല തുടങ്ങിയവരായിരുന്നു അക്കാലത്തെ അശ്വമേധത്തിലെ നടീനടന്മാർ. KS ജോർജിന്റെ കുഷ്ഠരോഗിയും സുലോചനയുടെ സരോജവും ഖാൻ അവതരിപ്പിച്ച ഹെൽത്ത് വിസിറ്ററും പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. 1986 നാടകം വീണ്ടും അവതരിപ്പിച്ചപ്പോൾ ഇപ്പോഴത്തെ പ്രശസ്ത ചലച്ചിത്ര നടൻ സായ് കുമാർ ഉൾപ്പെടെയുള്ളവർ വേഷമിട്ടിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാടകം അരങ്ങിലെത്തുമ്പോൾ നാടകത്തിന് ഏറെ ബുക്കിങ്ങുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് KPSC അധികൃതർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.